ലോകത്തെ എല്ലാ സാധനങ്ങൾക്കും വിവരമുണ്ട്. പൂച്ചക്ക് വിവരമുണ്ട്. എന്താ വിവരം? 2 വിവരമാണുള്ളത്. ഒന്ന് ജൽബുൽ മൻഫഅത്ത് എന്ന ഉപകാരത്തെ കൊണ്ടുവരാനുള്ള വിവരവും, 2 ദഫ്ഉൽ മളറത്ത് എന്ന ഉപദ്രവത്തെ തടയാനുള്ള വിവരവും. സർക്കസിൽ ആന സല്യൂട്ട് അടിച്ചു കാണിക്കും. എന്തിന്? പനമ്പട്ട കിട്ടാൻ, ഉജീനം കിട്ടാൻ. ജൽബുൽ മൻഫഅത്ത്. പിന്നെ കാണിക്കും എന്തിന്? ദഫ്ഉൽ മളറത്ത്, അടി കിട്ടുന്നത് തടുക്കാൻ. നായയെ കാണുമ്പോൾ പൂച്ച ഓടുന്നു. എന്താ കാരണം? ജീവൻ കിട്ടാൻ. ദഫ്ഉൽ മളറത്ത്. മനുഷ്യൻ അങ്ങനെ തന്നെ ഓടൂല. എന്താ കാരണം? പൂച്ചൻ്റെ വിവരം മനുഷ്യൻ്റെ വിവരം ഒരേ മാതിരിയല്ല. മനുഷ്യൻ നോക്കുക, എന്താ കാട്ടണമെന്ന് നോക്കാലോ, അതിന് ശേഷം നമുക്ക് തീരുമാനമാക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യാം. ഇതാണ് മനുഷ്യൻ തമ്മിൽ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. നമ്മൾ സാധാരണ പറയും നീർക്കോലി കുട്ടിക്ക് നീന്താൻ പഠിപ്പിക്കണ്ടാന്ന്. ഓട്ടോമാറ്റിക് നീന്തും. മനുഷ്യക്കുട്ടിനെ ഇട്ടാലും നീന്തൂല, വെള്ളം കുടിച്ച് തീർക്കും. കടൽ മുഴുവൻ കുടിച്ചു തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയേ ചെയ്യുള്ളൂ, നീന്താൻ ശ്രമിക്കൂല. കാരണം മനുഷ്യനത് പഠിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. പഠിക്കണമെങ്കിൽ ഗൈഡൻസ് ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പഠനത്തിൽ എപ്പോഴാണ് തെറ്റുക? ഗുരുവിന് തെറ്റിയാൽ ശിഷ്യന് തെറ്റും. പഠനത്തിലൊരു മനുഷ്യൻ എപ്പോഴാണ് തെറ്റുക? പഠിപ്പിക്കുന്നവന് തെറ്റിയാൽ പഠിക്കുന്നവന് തെറ്റിയിരിക്കും. അതിനാൽ പഠിപ്പിക്കുന്നവന് തെറ്റാൻ പാടില്ല. അതിനാൽ അള്ളാഹു അമ്പിയാക്കളെ അയച്ചു, അവർ മാസൂമിങ്ങളാണ്. പഠിപ്പിക്കുന്ന ആൾക്ക് തെറ്റാൻ പാടില്ല. അതുകൊണ്ട് ഇലാഹിയായ വഴിയിൽ നിന്നാണ് മനുഷ്യന് ഗൈഡൻസ് വരേണ്ടത്. സ്വന്തമായിട്ടുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ചില ആൾക്കാർ പറയും അല്ല ഉണ്ട് അറിയും. അപ്പം നമ്മൾ അവരോട് ചോദിക്കും, ചെറിയ കുട്ടികൾ അപ്പി തിന്നുമല്ലോ, അത് പറ്റുമോ എന്ന് ചോദിക്കും. അപ്പോൾ അത് കുട്ടികളാവുമ്പോൾ പറ്റുന്നാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ തടുക്കണേ? എന്നാൽ തിന്നോട്ടെ വെച്ചാൽ പോരെ. പറ്റൂല എന്നാണെങ്കിൽ ജന്മന ഇല്ല എന്ന് തന്നെയല്ലേ വരുന്നത്. നമ്മളെ വാദം അതാണ്, ജന്മന ഇല്ല, ഉണ്ടാക്കി കൊടുത്താലേ ഉണ്ടാവുള്ളൂ. അതിന് ഇലാഹിയായ മാർഗത്തിൽ നിന്ന് തന്നെ ഗൈഡൻസ് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി എന്താ വെച്ചാൽ, ഈമാൻ നെളിറിൽ, ചിന്തയിൽ ഒതുങ്ങുന്നതല്ല, നന്മയും ചിന്തയിൽ ഒതുങ്ങുന്നതല്ല. ഹിക്മത്ത് പറഞ്ഞു നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പറഞ്ഞ മാതിരി തന്നെ ആയിക്കൊള്ളണം എന്നില്ല. രണ്ടാമത്തേത് ഇസ്തിദ്ലാൽ. ഇസ്തിദ്ലാലിൻ്റെ ഭാഗമായിട്ടാണ് സയൻസ് വരുന്നത്. സയൻസ് കൊണ്ട് അള്ളാഹുവിനെ തെളിയിക്കാൻ കഴിയൂല. എന്തുകൊണ്ട്? സയൻസ് അതിനുള്ളതല്ല. എന്നെ കാരണം സയൻസ് അള്ളാഹിനെ തെളിയിക്കാനുള്ള സംഭവം അല്ല, അതുകൊണ്ട് തന്നെ കഴിയാത്തത്. സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല. അതിനാൽ സയൻസ് കൊണ്ട് കഴിയും. സയൻസ് നമ്മൾ വിമർശിക്കണമെന്നില്ല, കാരണം സയൻസ് വേറെ കുറേ ആവശ്യങ്ങൾക്കുള്ളതാണ്, അത് നമുക്ക് ആവശ്യമുണ്ട്. സയൻസ് അള്ളാഹുവിനെ തെളിയിക്കാനുള്ളതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ തെളിയിക്കാൻ അതുകൊണ്ടോട്ട് കഴിയൂല, കഴിയണമെന്നില്ല. സയൻസ് കൊണ്ട് തെളിയണമെന്ന് വാശി പിടിപ്പിക്കുന്നത് ഈമാനും അല്ലാതെ വിവരമാണ്. ഈ വിശ്വാസപരമായ കാര്യങ്ങളും വിവരവും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. ഒരു കാര്യം ഇപ്പോൾ ഈ സ്റ്റാൻഡുമായി ഇരിക്കുന്നത് ഈ നമ്മളെ സൗണ്ട് ബോക്സ് ആകുന്നു എന്നത് ഇപ്പോൾ ഇൽമാണല്ലോ, അത് ഈമാനല്ലല്ലോ. ഈമാൻ എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ ഇൽമിൻ്റെ തലത്തിലേക്ക് വരുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ സയൻസ് കൊണ്ട് തെളിയിച്ചാൽ അത് വിവരമാണല്ലോ ആകുന്നത്, ഈമാനല്ലല്ലോ ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്തിദ്ലാൽ. പിന്നെ വേറെ ഇസ്തിദ്ലാലുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇസ്തിദ്ലാൽ, അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാക്കിയൊക്കെ പറഞ്ഞ ഇസ്തിദ്ലാൽ. പക്ഷേ ഈ ഇസ്തിദ്ലാൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഇസ്തിദ്ലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സയൻസിനെയാണ്. ഇനിയുള്ള മൂന്നാമത്തെ ഒരു കാര്യമാണ്, അതും കൂടിയും പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം, ലിബറലിസം എന്ന് പറയുന്നത്. 3 കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. 1 നിരീശ്വരവാദം, 2 യുക്തിവാദം, 3 ലിബറലിസം. പിന്നെ ബാക്കിയൊക്കെ അതിൽ ഒതുങ്ങിക്കിട്ടും. ലിബറലിസം എന്ന് പറയുന്നത് 1860 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്. AD 1860 മുതലാണ് ലിബറലിസം എന്ന ആശയം വരുന്നത്. സർവത്ര സ്വതന്ത്രതാവാദം എന്നതാണ് അതിൻ്റെ മലയാളം. സർവത്ര സ്വതന്ത്രതാവാദം എന്ന് പറഞ്ഞാൽ സ്വതന്ത്രനായിരിക്കണം എന്ന വാദമാണ് സർവത്ര സ്വതന്ത്രവാദം. ഈ ലിബറലിസം എന്ന് പറയുന്ന ആശയം വരുന്നത് മനുഷ്യൻ അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് മോചനത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു മുദ്രാവാക്യമാണ്. അപ്പോൾ നമ്മളെ നാട്ടിലേക്ക് വരികയാണെങ്കിൽ, നമ്മളെ നാട്ടിൽ ഒരു കാലത്ത് ജമ്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. ജമ്മി കുടിയാൻ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഭൂമികളെല്ലാം ജമ്മിയുടേതാണ്. കർഷകന്മാർ അതിൽ കൃഷി ചെയ്യും. കൃഷി ചെയ്ത് വിളവെടുത്താൽ ജമ്മിയുടെ ആളുകൾ വന്ന് ഓൽക്ക് ആവശ്യമുള്ളത് മുഴുവൻ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും, അത് കർഷകനെടുക്കാം.
കർഷകന്റെ കൂലി കണക്കാക്കി കൊടുത്തിട്ട് ബാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ജമ്മിക്ക് ആവശ്യമുള്ളതൊക്കെ കൊണ്ടുപോയിട്ട് ബാക്കി ഇവിടെ ഇട്ട് കൊടുക്കും. ഇതാണ് ജമ്മി കുടിയാൻ വ്യവസ്ഥ. ഇതാണ് ഇങ്ങനെ തത്തുല്യമായ കുറേ കാര്യങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നടപ്പിലുണ്ടായിരുന്നു. ഇവകൾക്കെതിരെയുള്ള ഉയർന്നു വന്ന ഒരാശയമാണ് ലിബറലിസം എന്ന് പറയുന്നത്. അത് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം കൾച്ചറൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സാംസ്കാരിക സ്വതന്ത്രതാവാദം. സാംസ്കാരിക സ്വതന്ത്രതാവാദം എന്ന് പറയുന്നത് നിലവിലുള്ള സംസ്കാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓപ്പോസിറ്റ് വാദിക്കുന്നതാണ്. കൾച്ചറൽ ലിബറലിസം എന്ന് പറഞ്ഞത്, ഒരു നാട്ടിൽ ചെന്നു, ആ നാട്ടിൽ ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുകയാണ്. അപ്പം നേരെ ഓപ്പോസിറ്റ് വാദിക്കുക. അങ്ങനെയല്ല വേണ്ടത്, ആണിനും പെണ്ണിനെയാണ് കല്യാണം കഴിക്കേണ്ടത് എന്ന് വാദിക്കുന്നതാണ് കൾച്ചറൽ ലിബറലിസം എന്ന് പറയുന്നത്. വേറൊരു നാട്ടിൽ ചെന്നപ്പോൾ അവിടെ ആണുങ്ങളെ തന്നെ കല്യാണം കഴിക്കുകയാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഇങ്ങോട്ടും പറയണം. അതാണ് ഈ കൾച്ചറൽ ലിബറലിസം. ഒരു നാട്ടിൽ എങ്ങനെയാണ് നടപ്പുള്ള വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം. കുറേ കാലം കഴിഞ്ഞപ്പോൾ അത് സോഷ്യൽ ലിബറലിസം എന്ന പേരിലേക്ക് മാറി. സോഷ്യൽ ലിബറലിസം എന്ന് പറയുന്നത് സാമൂഹിക പുരോഗതിയെ ലക്ഷ്യമാക്കിയാണെന്ന് പറഞ്ഞ് നിലവിലുള്ള വ്യവസ്ഥിതിക്കെതിരെയൊക്കെ നീങ്ങുന്നതാണ് സോഷ്യൽ ലിബറലിസം. ഇന്ന് നിലവിലുള്ളത് ഇതൊന്നുമല്ല, പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം, വോട്ട് കിട്ടാൻ എങ്ങനെയാണോ പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ്. പ്രത്യേകിച്ച് ക്യാമ്പസുകളിലൊക്കെ ക്യാമ്പസിൽ വോട്ട് കിട്ടാൻ എങ്ങനെയാണ് പറയേണ്ടത് അങ്ങനെ പറയുന്നതിനാണ് പൊളിറ്റിക്കൽ ലിബറലിസം എന്ന് പറഞ്ഞത്. വോട്ട് കിട്ടൂലെന്ന് തോന്നിയാൽ നേരെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പറയണത് എന്തുതന്നെയാണ്, പൊളിറ്റിക്കൽ ലിബറലിസം തന്നെയാകുന്നു. അതാണ് പൊളിറ്റിക്കൽ ലിബറലിസം. ഇന്ന് നമുക്ക് നിലവിലുള്ള സാധനം ഈ പൊളിറ്റിക്കൽ ലിബറലിസമാണ്. പക്ഷെ എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ, പൊളിറ്റിക്കൽ ലിബറലിസം ചില ആളുകളെ സ്വാധീനിച്ചതിനാൽ തോന്നിയമായിരിക്കെ വാദിക്കുന്ന തരത്തിലേക്ക് ഇന്ന് സാഹചര്യം മാറിയതിൽ നിന്നാണ് സ്ത്രീപക്ഷപാതം തുടങ്ങിയ സംഗതികളൊക്കെ ഉയർന്നു വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ് ഇസ്ലാമിലെ സ്ത്രീ. ഇസ്ലാമിലെ സ്ത്രീയാണ് ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ചർച്ചയ്ക്ക് വരിക. ഇസ്ലാമിലെ പുരുഷനും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്, പക്ഷെ അതാരും ചർച്ച ചെയ്യലില്ല എന്ന് മാത്രം. ഇസ്ലാമിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 4 എണ്ണമാണ്. ഒന്ന് ഇബാദാത്തുകൾ, പിന്നെ രണ്ടാമത്തത് മുആമലാത്തുകൾ, ഇടപാടുകൾ, മൂന്നാമത്തത് മുനാക്കഹാത്ത്, കെട്ടുബന്ധങ്ങൾ, നാലാമത്തത് ജിനായാത്ത് എന്ന് പറയുന്ന നിയമങ്ങൾ, വ്യവസ്ഥകൾ, കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ. ഇങ്ങനെ 4 നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത്. ഒന്ന് ഇബാദാത്ത്, 2 മുആമലാത്ത്, 3 മുനാക്കഹാത്ത്, 4 ജിനായാത്ത്. ഇതിൽ നമ്മൾ ഒന്ന് ഒഴിഞ്ഞിരുന്നിട്ട് ആണും പെണ്ണും വ്യത്യാസമായി വരുന്നത് എവിടെയൊക്കെയെന്നൊന്ന് പരിശോധിച്ച് നോക്കണം. അങ്ങനെ പരിശോധിച്ചാൽ നമുക്ക് മാക്സിമം 15 എണ്ണാൻ കിട്ടും. അധികം നമ്മളെ എണ്ണൽ 10 നിൽക്കും. കുറച്ച് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന്, ഇമാമുക്കവന് പെണ്ണിന് പറ്റണില്ല, ആണ് വേണം. നിക്കാഹിൻ്റെ വലിയാകാൻ ആണ് വേണം. ഖാദിയാകാൻ ആണ് വേണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ഒരു 10-15 എണ്ണം. ഇരിക്കണത് പെണ്ണാണ്, ആണ് ഇരിക്കണില്ല. ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കിട്ടും. രണ്ടാമത് വേണ്ടത് എന്താ വെച്ചാൽ ഇതിൽ നിരുപാധികം ഏതാണ് നോക്കണം. ഇപ്പം ഇമാമുക്കാൻ ആണാ വേണ്ടത്, പക്ഷെ നിരുപാധികമല്ല. പെണ്ണിന് ഇമാമുക്കാൻ പറ്റുന്ന സമയമുണ്ട്, നിരുപാധികമല്ല. അങ്ങനെ നിരുപാധികമുള്ളത് അല്ല, ഉപാധികളോടെ പറ്റുന്നതൊക്കെ വെട്ടിയാൽ അവസാനം ഒരു 5 കാര്യം കിട്ടും. ഒരു 5 കാര്യങ്ങൾ കിട്ടും. ഒന്ന്, ഇരിക്കാൻ പെണ്ണിനെ പറ്റുള്ളൂ. എന്താ കാരണം? ഗർഭപാത്രം ഓക്കാണുള്ളത്, എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ലോ ഉള്ളത്. ഗർഭപാത്രം ഒഴിവായോ എന്നറിയാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പം ഇരിക്കണത്. അത് ഓക്കാണുള്ളത്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? ഒരു രക്ഷയില്ലല്ലോ അപ്പം അതിന്. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുള്ളൂ അത്. പക്ഷെ അവിടെ എന്തുണ്ട് വെച്ചാൽ ഗർഭപാത്രം ഒഴിവാകാൻ വേണ്ടി എന്നത് ഹിക്മത്താണ്. പുതിയ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരാൾ പിന്നെ സ്കാൻ ചെയ്ത് നോക്കി, അല്ലെങ്കിൽ പിന്നെ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തി നോക്കിയിട്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ പിന്നെ ഇരിക്കണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതതിൻ്റെ ഹിക്മത്താണ്. ആ ഹിക്മത്ത് ഉണ്ടായാലും ഇരിക്കണം, ഹിക്മത്ത് ഉണ്ടായില്ലെങ്കിലും ഇരിക്കണം. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഹിക്മത്ത് പിന്നെ ഇതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതില്ലാത്തതിനാൽ ഇരിക്കേണ്ടതില്ല എന്ന് പറയുന്നതാണ് മദ്മൂമായ യുക്തിവാദം എന്ന് പറയുന്നത്. മറ്റേത് മംദൂഹാണ്, നമുക്ക് ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നതാണ് മംദൂഹായ സംഗതി. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒന്നതായിരിക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ബഹുഭാര്യത്വം.
പുരുഷന്മാർക്ക് ബഹുഭാര്യത്വം പറ്റും, ബഹുഭർത്തൃത്വം പറ്റൂല. അപ്പം അതിൽ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട്? അത് വളരെ സിമ്പിളാണ്. അതിൻ്റെ ഉത്തരം, ഒരു പെണ്ണിന് പരമാവധി എത്ര കുട്ടികളെ അമ്മയാവാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറിയ 15 കുട്ടികളെ അമ്മയാവാൻ പറ്റും. ഒരു പുരുഷന് എത്ര കുട്ടികളെ വാപ്പയാകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അതിപ്പോൾ 100-ലൊന്നും ഒതുങ്ങൂല. അപ്പം അതിനുള്ള സംവിധാനം വേണം. അത് ഉണ്ടാക്കി ഇസ്ലാം ദീന്. പക്ഷെ അങ്ങനെ കയറൂരി വിട്ടാൽ പറ്റൂലല്ലോ എന്നുള്ളതുകൊണ്ട് 4 ഒതുക്കി. ഇതല്ലപ്പോൾ ചെയ്തിട്ടുള്ളത്. സംഭവം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകുന്നതിനുള്ള സംഗതി അങ്ങനെ തന്നെയാണല്ലോ ഉള്ളത്. നടക്കാത്ത കേസിന് പിന്നെ നടക്കൂല എന്ന് പറയല്ലാതെ ഇസ്ലാം നടക്കുന്നുണ്ട് കാര്യമുണ്ടോ? ഒരു പെണ്ണിന് പരമാവധി പോയാൽ ഒരു 20 കുട്ടികളെ അമ്മയാവാനേ കഴിയുള്ളൂ. അതിന് ഒരാളെന്നെ ഇഷ്ടം പോലെ. നേരെ മറിച്ച് ആണിന് അങ്ങനെയല്ല, ഒരു 100 കുട്ടികളെങ്കിലും വാപ്പയാവാൻ വേണ്ടി കയ്യെങ്കിൽ ഓന് കെട്ടാൻ തന്നെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ബാഅത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം എന്ന് മാത്രമൊന്നല്ല. മനിസ്താമിൻകുമൽ ബാഅത്ത എന്ന് പറഞ്ഞത് ജിമായിൻ്റെ തോക്കത്തയിൽ ഉൾപ്പെടും. ബാഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ ബാഅത്ത് തന്നെയാണ്. അല്ലാതെ ആഴ്ചയിൽ ഒരു ഇറച്ചി വാങ്ങി കൊടുക്കുക, ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് കൊടുക്കുക എന്നൊന്നല്ല. ബാഅത്തിൽ ഈ പറഞ്ഞ മുഴുവൻ സാധനങ്ങൾ ഉൾപ്പെടും. അപ്പം അത് കയ്യെങ്കിലാണല്ലോ ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ വിഷയവും നമ്മൾ പഠിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്താണ് നമ്മുടെ പക്ഷം എന്നുള്ളത് ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ വിഷയങ്ങളിലും അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ നമ്മൾ കീറി മുറിച്ച് നോക്കിയാൽ ആകെ 5 കാര്യങ്ങളാണ് വരിക. നിരുപാധികമായി സ്ത്രീകൾക്ക് പാടില്ലാത്തതും പുരുഷന് മാത്രം പാടുള്ളതുമായ കാര്യങ്ങൾ 5 കാര്യങ്ങളെ വരുള്ളൂ. ആകെ 5 കാര്യം പഠിച്ചാൽ ആ വിഷയം മുഴുവനായിട്ടും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധ്യമാവും. പക്ഷെ എന്ത് വേണമെച്ചാൽ ഒഴിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വായിക്കാനും ഒന്ന് പഠിക്കാനും ഒന്ന് കണ്ടെത്താനും നമ്മൾ തയ്യാറാവണം. സിമ്പിളാണ് സംഗതി. ഒന്ന് മെനക്കെട്ടാൽ മതി എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കാരണം നമുക്ക് ഇലാഹിയായ ഒരു തൗഫീഖ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉസ്താമാരൊന്ന് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ സുന്ദര രൂപത്തെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ വളരെ വേഗത്തിൽ സാധ്യമാവും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും പഠിക്കണം, ചിന്തിക്കണം, മനസ്സിലാക്കണം, വായിക്കണം ഒക്കെ ആണെങ്കിലും ഈമാൻ അവസാനം ചെന്നിക്കുക മുത്തുനബിനോടുള്ള താല്പര്യത്തിൽ തന്നെയാണ്. അതുകൊണ്ട് മഹല്ലിലൊക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ മഹല്ലത്തേർക്ക് പൊന്നാര നബിയോട് എത്ര ഇഷ്ടമുണ്ടോ അതന്നെയാണ് ഓലെ ഈമാൻ്റെ അസ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ലോണം മധുഹുൻ നബി സംസാരിച്ചിട്ട് ആൾക്കാർക്ക് പുന്നാര നബിയോടുള്ള ഇഷ്ടം ഉണ്ടാക്കി തീർക്കുക. ബാക്കി ഓട്ടോമാറ്റിക് വരും. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരെയും സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. ഈ ഒരുമിച്ച് കൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു സാലിഹായ അമലായി നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ വലാ തജഅൽ മിന്നാ വലാ ഫീനാ വലാ മാനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഊസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.